നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. നദിയിലെ ശക്തമായ അടിയൊഴുക്ക് കാരണം രക്ഷാദൌത്യം സൈന്യം താൽക്കാലികമായി കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടിയൊഴുക്ക് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് വിവരം. നേരത്തെ അർജുനും ലോറിയും കരയിലെ മണ്ണിനടിയിൽ ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനിടെ മണ്ണിടിച്ചിലിൽ ഗംഗാവലി നദിയിലേക്ക് പതിച്ച ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചുവെന്ന വാർത്തകൾ ഈ കാർവാർ SP നാരായണ തള്ളുകയാണ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് എന്നും അത്തരമൊരു സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. സംഭവത്തിന് പിന്നാലെ നദിയിലേക്ക് ഒഴുകിപ്പോയ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചില്ല. കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ പൊള്ളലേറ്റ പാടുകളില്ല എന്നും SP സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ സ്ഫോടന സമാനമായ ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പലരും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ തെരച്ചിലിൽ അതൃപ്തി അറിയിച്ച അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു സൈന്യത്തിനുണ്ടായിരുന്നത് എന്നും സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയത്. അവർക്ക് യാതൊന്നും ചെയ്യാനായിട്ടില്ല എന്നും അമ്മ ഷീലയുടെ പ്രതികരണം വന്നിരുന്നു. മികച്ച ഉപകരണങ്ങളൊന്നും അവർ എത്തിച്ചില്ല. ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ അവസ്ഥയിൽ വലിയ വിഷമമുണ്ട്. പട്ടാളത്തെ അഭിമാനമായി വിശ്വസിച്ചിരുന്നു. അതിനിപ്പോൾ തെറ്റിപ്പോയി. ലോറി അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന സംശയമുണ്ട്. ഒരു മനുഷ്യന് ഇത്രയേ വിലയുള്ളൂവെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ആളുകളെ അവിടത്തേക്ക് കടത്തിവിടുന്നില്ല. പട്ടാളത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവ് ചെയ്ത് വരുത്തിയത് ആരെയോ കാണിക്കാനാണെന്ന്, കോമാളിയാക്കാനാണെന്നും പറയുന്നു. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആവശ്യമായ ഒരു കാര്യവും അവരുടെ കയ്യിലില്ല. മകനെ ഇനി ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. വീഴാൻ സാധ്യതയുള്ള ഒരു കുഴിയിൽ തപ്പാതെ അവിടെ മണ്ണ് കൊണ്ട് പോയിട്ടുവെന്നും അമ്മ ആരോപിച്ചു. ഇതേ കുഴിയിൽ നിന്നും ദുർഗന്ധം വരുന്നു എന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പിന്നാലെ അതും കാർവാർ SP തള്ളിയിരുന്നു. നമ്മൾ മലയാളികളായതുകൊണ്ട് മാത്രമാണ് എല്ലാ ശ്രദ്ധയും പിന്തുണയും കിട്ടിയത്. ഇതൊന്നും ലഭിക്കാത്ത തമിഴന്മാരെ 3 പേരുടെ ആളുകളെ അവിടെ ആട്ടിയോടിക്കുകയാണ് എന്നും പറയുന്നു. അവിടെ ചായക്കട നടത്തിയിരുന്ന ആളുകളെയും അവരുടെ കുടുംബവും ഇങ്ങനെ തന്നെയാണ്. അവിടെ കറങ്ങി നടക്കുന്ന ആ പാവം പട്ടിയുടെ അവസ്ഥയും ഒക്കെ എന്തൊക്കെയാണ്? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അർജുന്റെ സഹോദരന്റെ അവസ്ഥ ദയനീയമാണ്. രാത്രി എല്ലാവരും അടങ്ങിയാലും ഒരു ചെറിയ നുറുങ്ങുവെട്ടത്തിലെങ്കിലും അർജുന്റെ സഹോദരൻ ഫ്ലാഷ് ലൈറ്റും പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണ് ഞാൻ പോയി കിടന്ന് ഉറങ്ങുക? എന്റെ ചേട്ടൻ ഇവിടെ എവിടെയോ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ പോയി കിടന്ന് ഉറങ്ങുക സാറേ എന്നാണ് അർജുന്റെ അനിയനും ചോദിക്കുന്നത്. എന്തായാലും 9ാം നാളിലും അർജുനെ ഒന്ന് അവസാനമായി കാണാനെങ്കിലും കഴിയണേ, അങ്ങനെ കാണാനായി അർജുനെ കിട്ടണേ എന്ന പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്.